ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാൽക്കൺ NFT മാർക്കറ്റ് പ്ലേസിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ ഫുൾ ആൻഡ് ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ എബൌട്ടസ് പേജ് ആണ് ഇവിടെ കൊടുക്കുന്നത്. എന്താണ് ഫാൽക്കൺ NFT എന്നുള്ള കാര്യമാണ് ഇവിടെ. നമുക്ക് വളരെ ട്രസ്റ്റഡ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. NFT പ്ലാറ്റ്ഫോമാണ്, സെക്യൂർ ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെയാണ് ഇത്. ദ എറ ഓഫ് ഡിജിറ്റൽ ഓണർഷിപ്പ്, എന്താണ് NFT എന്നുള്ള കാര്യവും അതുപോലെ തന്നെ എന്തുകൊണ്ട് NFT എന്നുള്ള കാര്യവും. NFT എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഡിജിറ്റൽ പ്രൂഫ് ഓതൻറ്റിസിറ്റി യുണീക്ക് ഐറ്റം ആണ്. ഇത് സെക്യൂർ ആണ്, പെർമനൻ്റ്ലി റെക്കോർഡഡ് ആണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അതേപോലെ തന്നെ വൈ NFT മാറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ അവർ അലോ ക്രിയേറ്റർ മോണിറ്റൈസ് ഡിജിറ്റൽ അസെറ്റ്സ് ആൻഡ് ഗീവ് യൂസർ ട്രൂ ഓണർഷിപ്പ് ആൻഡ് ഡിജിറ്റൽ ഐറ്റം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് റിലേയിങ് ഓൺ ട്രഡീഷണൽ മിഡിൽമാൻ, ഒരു മിഡിൽമാൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കാൻ ഇതുകൊണ്ട് സാധിക്കും. ഇതിൻ്റെ എബൌട്ടസ് പേജ് ആണ്. NFT മാർക്കറ്റ് പ്ലേസ് ആണ്, സെക്യൂർ ആണ്, ഗ്ലോബലി റീച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഇതിൽ മിഡിൽമാൻ ഒന്നും ഇല്ല, നമുക്ക് ഡയറക്റ്റ് സ്റ്റെപ്പാണ്. അതേപോലെ തന്നെ എല്ലാം വളരെ സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുക, വളരെ വിശ്വസനീയമാണ് എന്നുള്ളതാണ്. ഈ NFT ഉപയോഗിച്ചുകൊണ്ട് ഒരു ലക്ഷറി ഗുഡ്സ് ആൻഡ് എല്ലാം നമുക്ക് ഭാവിയിൽ വരുന്ന ഫ്യൂച്ചറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ കളക്ടേഴ്സ് ആൻഡ് ബയേഴ്സ് കോർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ സെക്യൂർ ട്രാൻസാക്ഷൻ ആണ്, വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഓതൻറ്റിസിറ്റി ആണ് ഇവിടെ ഉള്ളത്. ഗ്ലോബൽ NFT മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ $20.4 മാർക്കറ്റ് ആണെന്നു 2022. അതിൽ പ്രൊജക്റ്റ് ചെയ്തത് നമ്മൾ 80 ബില്യൺ പ്ലസ് 2032 ആകുമ്പോഴേക്കും ആക്കുക എന്നുള്ളതായിരുന്നു. 15% CAGR. അതുപോലെ തന്നെ കീ ഡ്രിവേഴ്സ് എന്ന് പറയുന്നത് ആർട്ട്, ഗെയിമിങ്, അതുപോലെ തന്നെ മെറ്റാവേഴ്സ്, RWA ടോക്കൺഷിപ്പ്, ഇതൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ട്രാൻസ്പാരൻറ്റ് എക്കോസിസ്റ്റം ആണ്. 100% ഡീസെൻട്രലൈസ്ഡും സ്മാർട്ട് കോൺട്രാക്റ്റും ആണ്. കോഡ് ഡിഫൈൻഡ് റൂൾസ് ആണ്, ഒരു ഹ്യൂമൻ കൺട്രോളും അല്ല, കോഡാണ് ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. ഇമ്മ്യൂട്ടബിൾ ആൻഡ് ഓട്ടോ എക്സിക്യൂട്ടഡ് വൺ ഡിപ്ലോയിഡ് ആണ്. ഓപ്പൺ ആക്സസ്, എവറി ട്രാൻസാക്ഷൻ ഈസ് ട്രാക്കബിൾ ഓൺ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ച് എല്ലാ ട്രാൻസാക്ഷൻസും ട്രാക്ക് ചെയ്യാൻ പറ്റും. വളരെ സെക്യൂർ ആൻഡ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ സ്മാർട്ട് കോൺട്രാക്ട് ഓൺ OPBNB USDT ചെയിൻ ആണ്. ഡിപ്ലോയിഡ് ഓൺ OPBNB ആണ്, ബിനാൻസ് സ്മാർട്ട് ചെയിൻ. എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ഇതുവഴി കാണാൻ കഴിയും. ഓൾ ട്രേഡേഴ്സ് കമ്മീഷൻ ആൻഡ് റിവാർഡ്സ് ആർ ഗവേൺഡ്, ഓട്ടോമാറ്റിക്കലി ഗവേൺ ചെയ്യും. ഫുള്ളി ഓട്ടോണമസ് കോൺട്രാക്റ്റ് ആണ്, മാനുവൽ ആയിട്ടുള്ള ഒരു ഇടപാടും ഇല്ല. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആണ്, ഓട്ടോ വിഡ്രോവൽ ആണ്, NFT സെയിൽ പർച്ചേസ് ബൈ OPBNB USDTയിലാണ്, ഫണ്ടിങ് ഓൺ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്, സേഫ് ആണ് എന്നുള്ള കാര്യം. ഇവിടെ സേഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ 2% ഇവിടെ നമുക്ക് സെൽഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന ടൈപ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സെൽഫ് ട്രേഡിംഗ് ഇൻകം, ഡയറക്റ്റ് സ്പോൺസർ ഇൻകം, ലെവൽ ഇൻകം, കമ്മ്യൂണിറ്റി ട്രേഡിംഗ് ഇൻകം, പൂൾ ഇൻകം, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ടൈപ്സ് ഓഫ് ഇൻകം. ഇതിൽ സബ്സ്ക്രിപ്ഷൻ പാക്കേജസ് വരുന്നത് ബിഗിനിങ് $15 ആണ്. അവിടുത്തെ ട്രേഡ് ലിമിറ്റ് $100. $30 ആണെങ്കിൽ $300 ആണ് ട്രേഡ് ലിമിറ്റ്. കമാൻഡർ ആണെങ്കിൽ $320, ട്രേഡ് ലിമിറ്റ് 5200 ആണ്. വിഷണറി ആണെങ്കിൽ $160, $2400 ആണ് ട്രേഡ് ലിമിറ്റ്. എലൈറ്റ് ആണെങ്കിൽ ട്രേഡ് ലിമിറ്റ് $1000 ആണ്. അപ്പോൾ ഓരോ ലെവൽ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ട്രേഡ് ലിമിറ്റിലും എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. പാക്കേജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഡയറക്റ്റിനാണെങ്കിൽ 20%, ലെവലിലാണെങ്കിൽ 50%, പൂൾ ഇൻകം 20%, ക്രിയേറ്റർ 10%, ടോട്ടൽ 100%. ലെവൽ ഇൻകം ഓഫ് പാക്കേജസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റെഫറൽ 20%, ലെവൽ 2ൽ 10, 3 to 5 5, 6 to 10 3, 11 to 15 2%, ക്രിയേറ്റർ 10%, പൂൾ ഇൻകം 20%, ഗ്രാൻഡ് ടോട്ടൽ അങ്ങനെ 100%ആണ് ലെവൽ ഇൻകം ഓഫ് പാക്കേജസ് വരുന്നത്. പൂൾ ഇൻകം വീക്ക്ലി 20% ആണ്. ഇതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുകയാണെങ്കിൽ യു നീഡ് ടു ബൈ ഓൾ സബ്സ്ക്രിപ്ഷൻ പാക്കേജസ്, 1 മുതൽ 5 വരെയുള്ള ഏത് സബ്സ്ക്രിപ്ഷൻ വേണമെങ്കിലും എടുക്കുക. മിനിമം 15 ഡയറക്റ്റ് റെഫറലാണ്. ഡെയിലി NFT ട്രേഡിംഗ് കമ്പൽസറി ആയിട്ട് വരണം. NFT ഗ്രോത്ത് ഡിസ്ട്രിബ്യൂഷൻ,
ഇതിൽ ഏൺ പ്രോഫിറ്റ് ബൈയിങ് സെല്ലിംഗ് NFT ഫാൽക്കൺ. ഇതിൽ 1% ക്രിയേറ്റർ, 1.5 കമ്മ്യൂണിറ്റി ട്രേഡിംഗ് ഇൻകം, സെൽഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ 2%, ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ 1.5% ആണ്. അതിൽ ഡയറക്റ്റ് റെഫറലിൽ 30%, 2, 3 to 15 വരെയുള്ളതിൽ 15, 10, 5, 4, 3 എന്നുള്ളത് ഗ്രാൻഡ് ടോട്ടൽ 100%. ഇനി ബിൽഡിംഗ് ദ നെക്സ്റ്റ് എവല്യൂഷൻ, ഇതിൽ മാജിക് ഇഡൻ, അതുപോലെ തന്നെ റാരിബിൾ, ബ്ലർ, ബിനാൻസ് NFT ഇതൊക്കെയാണ് ഇവരുടെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ലാർജ് പാക്കേജ് പർച്ചേസ് ചെയ്ത സ്മാൾ പാക്കേജ് കനോട്ട് അവൈൽഡ്. ഈച്ച് ലെവൽ ഓപ്പൺ 1 ഡയറക്ടർ റിക്വയർഡ് ആണ്. ഇഫ് യു ട്രേഡിംഗ് വിൽ സ്റ്റോപ്പ് യു വോണ്ട് ഗെറ്റ് എനി ഇൻകം. നമ്മൾ ട്രേഡിംഗ് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻകവും കിട്ടില്ല. നമുക്ക് കിട്ടുന്ന ആ ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ 200%. പർച്ചേസ് മുഴുവൻ OP BNP USDTയിലാണ്. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആൾ പാക്കേജസ് ഏർണിംഗ് ആൻഡ് കമ്മീഷൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ USDT OP BNP USDTയിലായിരിക്കും. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കുക. അപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, എല്ലാവരും ജോയിൻ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്